ഇന്നത്തെ കഥ കദളീവനത്തിലെ അത്ഭുത കൂടിക്കാഴ്ച. വനവാസകാലത്ത് പാണ്ഡവർ ഗന്ധമാദന പർവ്വതത്തിനടുത്ത് ബദരി ആശ്രമത്തിൽ താമസിക്കുന്ന കാലം. ഒരു ദിവസം അതിമനോഹരമായ സുഗന്ധമുള്ള ഒരു പുഷ്പം കാറ്റിൽ പറന്ന് ദ്രൗപദിയുടെ മുന്നിലെത്തി. ആ പൂവിൻ്റെ സൗന്ദര്യത്തിലും സുഗന്ധത്തിലും മയങ്ങിയ ദ്രൗപദി അത്തരത്തിലുള്ള പൂക്കൾ വേണമെന്ന് ഭീമനോട് ആവശ്യപ്പെട്ടു. ദ്രൗപദി, നീ ആഗ്രഹിക്കുന്ന പുഷ്പം ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഭീമൻ പുറപ്പെട്ടു. കാടുകൾ കടന്ന് മലകൾ കടന്ന് അദ്ദേഹം കദളീവനമെന്ന അത്ഭുത വനത്തിലെത്തി. ചുറ്റും വാഴക്കാടുകൾ, കാറ്റിൽ ഇലകൾ പാടുന്നു. ആ കാടിന് ഒരു ദിവ്യശാന്തി ഉണ്ടായിരുന്നു. ഭീമൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വാനരൻ കിടക്കുന്നു. അത് വഴി മുഴുവൻ തടഞ്ഞു കിടക്കുകയായിരുന്നു. ഭീമൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഹേ വാനര, വഴി മാറിക്കിടക്കൂ, എനിക്ക് പോകണം. ആ വാനരൻ കണ്ണു തുറന്ന് മന്ദമായി പറഞ്ഞു, മകനെ, ഞാൻ വളരെ വൃദ്ധനാണ്, എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയില്ല. നീ എൻ്റെ വാലെടുത്തൊന്ന് മാറ്റി വെച്ചിട്ട് പോകൂ. ഭീമൻ മനസ്സിൽ വിചാരിച്ചു, ഈ വാനരന് എൻ്റെ ശക്തി അറിയില്ല. നിൻ്റെ വാൽ ഒരു ചെറുവിരൽ കൊണ്ട് ഞാൻ മാറ്റും. പതുക്കെ ചെറുവിരൽ കൊണ്ട് വാലൊന്ന് തട്ടി നോക്കി, അനങ്ങുന്നില്ല. ഒരു കൈ കൊണ്ട് പിടിച്ച് ഒറ്റ വലി. ഭീമൻ പുറകോട്ട് പോയത് മിച്ചം. വാലനങ്ങുന്നില്ല. ഭീമൻ 2 കൈകൊണ്ടും വാലനക്കാൻ പലവട്ടം ശ്രമിച്ചു. മുഖം ചുവന്നു, ശരീരം വിറച്ചു. എന്നിട്ടും വാലനങ്ങിയില്ല. ഭീമൻ്റെ അഭിമാനം തകർന്നു. ഭീമൻ ചോദിച്ചു, അങ്ങ് സാധാരണ വാനരനല്ല, ആരാണങ്ങ്? അപ്പോൾ വൃദ്ധവാനരൻ പതിയെ എഴുന്നേറ്റു. ശരീരം പ്രകാശിച്ചു, കണ്ണുകൾ തീ പോലെ തെളിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഭീമ, ഞാൻ നിന്റെ സഹോദരൻ, വായുപുത്രൻ ഹനുമാൻ. ഭീമൻ ഞെട്ടി. ഭീമനും ഹനുമാനും വായുപുത്രന്മാരാണ്. അദ്ദേഹം ഹനുമാന്റെ പാദത്തിൽ നമസ്കരിച്ചു. ജ്യേഷ്ഠ, എന്താ ഇവിടെ? എന്നെ പരീക്ഷിക്കാൻ വന്നതാണോ? ഹനുമാൻ സ്നേഹത്തോടെ പറഞ്ഞു, അതേ ഭീമ, ശക്തി വലുതായാലും വിനയമില്ലെങ്കിൽ അത് ശാപമാകും. നീ ധർമ്മത്തിനായി പോരാടേണ്ടവനാണ്. അതിനാൽ നിന്നെ പഠിപ്പിക്കാൻ വന്നതാണ്. ജ്യേഷ്ഠ, അങ്ങ് രാമായണ കാലത്ത് വലിയ രൂപമെടുത്തുവെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കത് കാണാൻ ആഗ്രഹമുണ്ട്. ഹനുമാൻ അടുത്ത നിമിഷം വലുതാകാൻ തുടങ്ങി. വലുതായി വലുതായി ആകാശം തൊട്ട് ശരീരം, കാറ്റ് വിറയ്ക്കുന്ന ശക്തി. ഭീമൻ ഭക്തിയോടെ പാദനമസ്കാരം ചെയ്തു. ഹനുമാൻ പഴയ രൂപത്തിലേക്ക് മടങ്ങി. പിന്നെ പറഞ്ഞു, ഭീമ, മഹാഭാരത യുദ്ധത്തിൽ ഞാൻ അർജുനൻ്റെ രഥത്തിൽ പതാകയിലിരിക്കും. പാണ്ഡവന്മാരുടെ വിജയം ഉറപ്പാണ്. ഭീമൻ്റെ മനസ്സിൽ ഭക്തിയും സന്തോഷവും നിറഞ്ഞു. ഹനുമാൻ കാണിച്ചു കൊടുത്ത വഴിയിലൂടെ അദ്ദേഹം ദ്രൗപദിക്ക് പുഷ്പം കൊണ്ടുവരാൻ യാത്ര തുടർന്നു. സഞ്ചരിച്ച കുബേരൻ്റെ പൂന്തോട്ടമായ സൗഗന്ധികവനത്തിലെത്തി. അവിടെയുള്ള ദിവ്യമായ പുകയിൽ നിന്ന് കുബേരൻ്റെ അനുവാദത്തോടുകൂടി സൗഗന്ധിക പുഷ്പങ്ങൾ പറിച്ചെടുത്ത് ദ്രൗപദിക്കരികിലേക്ക് യാത്രയായി. ശക്തിയേക്കാൾ വലുത് വിനയം. നന്ദി, നമസ്കാരം.